Hi friends, welcome back to my channel. Chicken ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള 3 കടികളുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന് നല്ല ക്രിസ്പിയും ഒന്ന് നല്ല സോഫ്റ്റും ഒന്ന് നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു സ്നാക്ക്. ഒരേ മാരിനേഷൻ ആണ് മൂന്നിനും, പക്ഷേ മൂന്നും ഡിഫറെന്റ് ടേസ്റ്റിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സോഫ്റ്റും ക്രിസ്പിയും ജ്യൂസി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ സ്നാക്സിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 3 കടികൾക്ക് വേണ്ടിയിട്ടും ഒരുമിച്ചാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അതിനായിട്ട് മീഡിയം സൈസിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ബോണും ബോൺലെസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ കഴുകിയിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം, 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്. അപ്പോൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്താം. 1/4 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ കബ്സ മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കബ്സ മസാലയും ചെറിയ ജീരകവും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കബ്സ മസാല ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ തയ്യാറാക്കിയെടുക്കാനായിട്ട്, അതിന് ചിക്കൻ ഡൈനാമൈറ്റ് എന്നാണ് പറയാം. അപ്പോൾ അതിന് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു 1/4 ഭാഗം ചിക്കൻ മാറ്റി വെക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഡൈനാമിക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അരിപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കനാണ്. ഇനി ഇതിൽ എണ്ണയൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് തണിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൽ ചൂടൊക്കെ നന്നായിട്ട് പോകണം. അപ്പോൾ നമ്മൾ ചിക്കൻ ഡൈനാമൈറ്റ് തയ്യാറാക്കുന്നത് മയോണൈസിൽ ഡിപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ മയോണൈസിൽ ഇടുന്ന സമയത്ത് ചിക്കൻ ഒട്ടും ചൂടുണ്ടാകാൻ പാടില്ല. അടുത്തതായിട്ട് നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് മയോണൈസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കസൂരി മേത്തി ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി ഇട്ട് കൊടുക്കാം. സ്പൈസ് മിക്സും ഒറിഗാനോയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താലും നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ചിക്കൻ ചൂടൊക്കെ പോയിട്ട് നന്നായിട്ട് തണിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിക്കനും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, പുറത്താണെങ്കിൽ നല്ല ജ്യൂസി ആയിട്ടുള്ളതും. അപ്പോൾ അടുത്തൊരു ചിക്കൻ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമ്മളിപ്പോൾ ചിക്കൻ പോപ്കോണൊക്കെ ഇല്ലേ, അതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. മൈദയിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ കോൺഫ്ലേക്സിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കലാണ്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ആദ്യം ഒന്ന് മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം കോൺഫ്ലോറിൻ്റെ മിക്സിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട്. അത് വെള്ളവും കോൺഫ്ലോറും കൂടിയിട്ട് ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുത്തതാണ്. അതിനുശേഷം കോൺഫ്ലെക്സ് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, നന്നായിട്ട് പൊടിഞ്ഞു പോകരുത്. അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നന്നായി ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ഈ ഒരു 3 സ്നാക്കും ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. നമ്മുടെ ബ്രെഡിലും ഇതുപോലെ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രെഡിൽ കോൺഫ്ലെക്സിന് പകരം ബ്രെഡിൽ കോട്ട് ചെയ്തെടുക്കുന്നു എന്ന് മാത്രം. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു.
സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള 3 ഈസി സ്നാക്സ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും കൂടി മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല റെസിപ്പീസുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.